ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്ളോഗ് ചാനലിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാര്യമാണ് കേട്ടോ ഗൈസ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം മെനക്കെടുണ്ട്. കുറേ കണ്ടത്ത് കൂടി തൊടി കൂടി പറമ്പിൽ കൂടി ഒക്കെ നടന്നിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം എന്നിവിടെ സംഘടിപ്പിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വ്ളോഗ് ചാനൽ ആദ്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന വീഡിയോ ആണ്. എന്താണെന്ന് എനിക്കറിയോ, ചിരി വേണ്ട. സത്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് നാളത്തെ എൻ്റെ അവസ്ഥ എന്താണെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അത് ഞാൻ വ്ളോഗ് ചെയ്യും, പേടിക്കണ്ട, നിങ്ങൾക്ക് അറിയണമല്ലോ എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്നറിയോ, ഇത് നമ്മളിവിടെ ഒരു 24 hours ഫുഡ് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. ഫുഡ് ചലഞ്ച് അല്ല, നമ്മളിന്നൊരു ഫ്രൂട്ടാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് ഞാനിവിടെ ഒപ്പിച്ചെടുത്തിട്ടുള്ളത്. അതാണ് ഞാൻ ഇന്നിവിടെ 24 hours കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗൈസ്. എന്താണെന്ന് എനിക്കറിയട്ടെ. കോമൺ ആയിട്ട് ഇപ്പോൾ കിട്ടുന്ന രണ്ട് സാധനങ്ങളാണ്, അതിലൊന്നാണ് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. കഴിച്ചട്ടെ. ഞാനിവിടെ ഒരു ചെറിയൊരു പാത്രം നിറയെ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഇന്ന് രാത്രി വരെ ഞാൻ ഈ ഒരു സാധനം മാത്രമേ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത്. ഞാൻ എന്നെ തന്നെ ഗൈസ് ചലഞ്ച് ചെയ്യുന്നത്, എനിക്ക് ചലഞ്ച് ചെയ്യാൻ വേറെ ആരുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നാളത്തെ അവസ്ഥ ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാട്ടോ ഗൈസ്, എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ രാവിലെ എണീറ്റ് അപ്പം തന്നെ നമ്മൾ രാവിലെ കുടിക്കുന്ന ആ വെള്ളമില്ലേ, ചായയല്ല, വെള്ളമുണ്ട്, ഞാൻ അത് കുടിച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ. അത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം നമ്മളിന്നിപ്പോൾ മാങ്ങ വെച്ചിട്ട് സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാം. എങ്ങനെ വേണേൽ കഴിക്കാം, അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മാംഗോ എന്ന് പറയുന്നത് തന്നെ ഷുഗർ കൂടുതലായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് മാംഗോ ഇപ്പം ആ പഴുത്ത മാങ്ങയും മധുരവും കൂടിയും എല്ലാം കൂടെ ആയിട്ടുള്ള പല കണ്ടീഷനിൽ ഇരിക്കുന്ന മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഈ മാങ്ങ അങ്ങനെ കഴിക്കാം, ഇനി അല്ലെങ്കിൽ ജ്യൂസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ പുഡിങ്ങോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് എടുത്തിട്ട് കഴിക്കാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ 24 hours, അതായത് ഇത് രാത്രി വരെ ഞാൻ അത് മാത്രമേ കഴിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ ഗൈസ്. എപ്പോൾ ഞാൻ കഴിക്കുകയാണെങ്കിലും അത് ഞാൻ വീഡിയോ എടുക്കും കേട്ടോ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതിനോട് തന്നെ ഇതിൻ്റെ ABCD എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ചെയ്യാമല്ലോ. ഇത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം അടുത്ത കുറേ ചലഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി മൈൻഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബക്കറ്റ് ലിസ്റ്റിൽ ഞാനിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ഇത് എന്നുള്ളത്. കാരണം ഇത് കോമൺ ആണല്ലോ, ഇപ്പം എവിടെ പോയാലും കിട്ടുന്നൊരു സാധനമാണ് ഈ ചക്കയും മാങ്ങയും. അപ്പോൾ സീസണൽ ഫുഡ് ആയത് കാരണം നമുക്കിന്ന് മാങ്ങ എടുക്കാം, മാങ്ങയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പം ഞാൻ ഒരു മാങ്ങ കഴിച്ചു കേട്ടോ. ഞാൻ ആ കഴിച്ചതിൻ്റെ ആ ഒരു അണ്ടിയില്ലേ, അത് കാണിച്ചു തരണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അത് നിലത്ത് വീട് പോയി ഗൈസ്. ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അമ്മ വിളിച്ചിട്ടാ. അപ്പോൾ അത് നിലത്ത് വീണ് പോയി. അപ്പോൾ ഞാൻ രണ്ടാമത്തെ എടുക്കുകയാണെ, ഒന്ന് കംപ്ലീറ്റ് കഴിച്ച് കഴിഞ്ഞ് കേട്ടോ. അതിൻ്റെ തൊലിതാ നനഞ്ഞു ഗൈസ്. എൻ്റെ തൊലിതാ അതിൻ്റെ അകത്തുണ്ട്, കാണിച്ചു തരാം. എനിക്ക് ആദ്യം കഴിച്ച മാങ്ങയുടെ തൊലി. ഇനിയിപ്പോൾ രണ്ടാമത്തെ മാങ്ങ എടുക്കുകയാണ്. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് സത്യം പറയാലോ. എന്താവും എനിക്ക് അറിഞ്ഞൂടാ. നമ്മളിത് കംപ്ലീറ്റ് ആക്കും.
എന്തായാലും ഞാൻ കംപ്ലീറ്റ് ആക്കും. അപ്പം എൻ്റെ ആദ്യത്തെ ചലഞ്ച് വീഡിയോ ആണ്. അപ്പോൾ ഞാനതിങ്ങനെ ചെത്തിയിട്ട് കഴിക്കുകയാണ് കേട്ടോ. മറ്റേത് കയ്യിൽ മൊത്തം ആവുന്നു. അങ്ങനെയാണ് ഇഷ്ടം കഴിക്കാൻ. ഇതിപ്പോൾ ഞാനിങ്ങനെ മുറിക്കട്ടെ. സെറ്റ് ഗൈസ്, സെറ്റ്. ഇനി അത് കഴിക്കട്ടത്. നല്ല മധുരമുണ്ട്. ചെറിയൊരു പുളി, നല്ല മധുരം, അങ്ങനെ ഉണ്ടാവും. ഈ മാങ്ങ കഴിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ അറിയോ? ഈ പല്ലിൻ്റെ ഇടയിലൊക്കെ കുടുങ്ങി കിടക്കുമല്ലോ, അതിങ്ങനെ വലിച്ചിങ്ങനെ എടുക്കുക. അതൊരു വലിയ ടാസ്ക്കാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഇച്ച ഈ മാങ്ങ ഉണ്ടായിട്ടാ ഇച്ച അങ്ങനെ വരുന്നത്. ഇന്നത്തെ കാലാവസ്ഥ അടിപൊളിയാണ് കേട്ടോ. നല്ല വെയിലുണ്ട്. നമ്മുടെ മുറ്റത്തൊക്കെ തിരുമ്പ മീൻസ് അലക്കിയിട്ട് ആറിയിട്ടിട്ടുണ്ട് കേട്ടോ. അമ്മ അച്ഛനും ചായ കുടിക്കുകയാണ് ഗൈസ്. ഞാൻ ഫ്രൂട്ട്സ് കഴിക്കുകയാണ് ഗൈസ്. ഇവിടെ പുട്ടാണ്. നമുക്കിത് പുട്ട് ഇഷ്ടമല്ല. ഏകദേശം വിശപ്പ് മാറിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വാങ്ങാഴ്ചയില്ലേ കണ്ട. ബാക്കി എക്സൈറ്റ്. എനിക്കിനി കുറച്ച് പരിപാടികളുണ്ട്. നമ്മളെ മെയിൻ ചാനലില്ലേ, അതിലേക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട് ഗൈസ്. ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ടൈമിന് ഇനി ഞാൻ മാംഗോ എന്തെങ്കിലും ആക്കി കഴിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിശക്കുമെന്നുള്ളത് എനിക്കറിയില്ല. ഇനി അങ്ങനെ വിശന്നിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഷൂട്ട് ചെയ്യും. ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ സമയം ആകുമ്പോഴാണ് വിശക്കുന്നെങ്കിൽ ആ സമയത്ത് ഷൂട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഗൈസ്, ഫൈനലി നമ്മൾ എന്താ പറയുക, വീഡിയോ ഷൂട്ട് ചെയ്തോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോഴാണ് ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാറുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിച്ചു കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ സമയം 1 മണി ആവാനായി. 1 മണിയല്ലേ? സമയം 1:01 അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്കുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കണം. ഞാൻ വിചാരിക്കുന്നത്, ഓക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. അയ്യോ, ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് നമുക്ക് എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കാം, വൈകുന്നേരത്തേക്ക് വേറെ എന്താ ഉണ്ടാക്കാം, രാത്രിത്തേക്ക് വേറെ എന്താ ഉണ്ടാക്കാം, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സംഭവം അങ്ങനെ മൈൻഡിൽ വെച്ചിട്ടുണ്ട്. അതാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അത് കഴിക്കുമ്പോൾ കുറച്ചുകൂടി ഫുഡ് എന്താ പറയുക, വിശപ്പ് കുറയും. അങ്ങനെ ഒരു സാധനമാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, മാങ്ങ വെച്ചിട്ട്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. അത് എന്താവും എങ്ങനെയാവും എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. സക്സസ് ആവോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എനിക്ക് വീഡിയോ എടുത്തുതരാൻ ആരുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്നത് പാലിലാണ് കേട്ടോ. പാലിൻ്റെ പാക്കിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ. ഞാനിപ്പോൾ അത് നേരിട്ട് ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. കണ്ടോ, ഇതേപോലെ സ്റ്റേ സേഫ് ഓൺലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഇന്നാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും 2 മാങ്ങ ഞാനിവിടെ എടുക്കുന്നുണ്ട്. ജ്യൂസ് അടിക്കാം. പാലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ മാങ്ങയ്ക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പുളി, നല്ല മധുരമാണ് കേട്ടുള്ളത്. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഒരു ചലഞ്ച് ആയതിനോണ്ട് എൻ്റെ വിശപ്പ് കൂടാനുള്ള ചാൻസ് കൂടുതലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശപ്പിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ, കുറച്ച് നേരം ഒന്ന് പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട്, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ചിയാ സീഡും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ. അപ്പം ഞാനില്ലേ ഉണ്ടാക്കിയിട്ടാ, എന്താണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിയാ സീഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശപ്പ് കുറവായിരിക്കും. ഇങ്ങനെ
എങ്ങനെയുണ്ട് ഐഡിയ? അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ അത് ജ്യൂസായിട്ട് വരലുണ്ടാവില്ല, കാരണം മാങ്ങേൻ്റെ കൂടെ അത് ഇട്ടതിനോണ്ട് ജ്യൂസ് ആകാൻ ചാൻസ് കുറവാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ എടുത്ത് പുറത്തേക്ക് വെക്കാം. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. ഓക്കെ, സത്യം പറയുകയാണ്, എനിക്ക് നല്ല വിശപ്പുണ്ട്. എനിക്ക് വയറ്റിന്ന് എന്തോ ഒരു 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 അസ്വസ്ഥത. വേറെ ഒന്നുമില്ല, വിശപ്പ് ഉണ്ടാവുന്ന ഒരു സംഭവമല്ലേ, ആ ഒരു സംഭവം. അപ്പോൾ നമുക്ക് കഴിക്കാം. ഇപ്പോഴല്ല, കുറച്ചുകൂടി കഴിയട്ടെ. കാരണം എന്താ വെച്ചെങ്കിൽ ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്, കുറച്ചും കൂടി എഡിറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാമല്ലോ. എന്നിട്ട് അടുത്തത്, അതായത് വൈകുന്നേരത്തേക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള എനിക്കറിയില്ല. ചെയ്യുകയാണെങ്കിൽ തന്നെ മോന് എത്തുന്നതിന് മുന്നേ ചെയ്യണം. മനസ്സിലായില്ലേ? അവൻ സ്കൂളിൽ പോയതാണ്. അപ്പോൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. പിന്നെ രാത്രിത്തേക്കുള്ളത് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ചിലപ്പോൾ ഞാൻ മാങ്ങ അങ്ങനെ കട്ട് ചെയ്ത് പൊറിച്ച് ഞാൻ കഴിക്കും. അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്നത്. എന്താണെന്നുള്ള അറിയില്ല, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഏതായാലും ഞാൻ ബാക്കിയുള്ളത് എഡിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ വരാം. ഗൈസ്, സമയം ഇപ്പോൾ കാണുന്നുണ്ടോ? സമയം ഇപ്പോൾ 2:10 ഗൈസ്. ഞാൻ നമ്മളെ രാവിലെ കഴിച്ച സാധനമല്ലാതെ വേറെ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. നിങ്ങൾ എന്നെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ പിന്നെ അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സാധനം ഇതാണ് കേട്ടോ. ഈ ഒരു കുഞ്ഞി പാത്രത്തിൽ നിറയെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ 2:10 നല്ലോണം വിശക്കുന്നുണ്ട്. ടേസ്റ്റ് ചെയ്തപ്പോൾ തണുപ്പ് കുറച്ചുണ്ട്. അടിപൊളി സെറ്റ്. ഒരു മിനിറ്റ്, ഞാൻ മുടി ഒന്ന് കേട്ടെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ജ്യൂസ് എന്ന് പറയുന്നത്. നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫോൺ നമുക്ക് ഇവിടെ ഇങ്ങനെ ചാരി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച്. എൻ്റെ ലഞ്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കോരി കുടിക്കണം എന്നില്ല, എനിക്ക് ഇങ്ങനെ കുടിക്കാനാണ് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് വിശപ്പുണ്ട് കേട്ടോ, പള്ളേ കാണുന്നുണ്ട്. വിത്തൗട്ട് ഷുഗറാണ്, മധുരമൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരമിട്ട് കുടിക്കാം. മാംഗോ എന്ന് പറയുന്നത് ഓൾറെഡി ഷുഗർ കണ്ടൻറ്റ് കുറച്ച് കൂടുതലുള്ള സാധനം. അപ്പോൾ ഞാൻ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല, ഞാൻ തന്നെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച്. ഇപ്പോൾ കുറച്ച് വിശപ്പിൻ്റെ വിളി കുറച്ച് കുറഞ്ഞുണ്ട്, കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ. ഇനി അധികം സമയമില്ലല്ലോ, കയറി വന്നൊരു 2 മണിക്കൂറും അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ഫുഡ് നമുക്ക് കഴിക്കാം, മാംഗോ വെച്ചിട്ട് തന്നെ. രാവിലെ ആ 2 മാംഗോ കഴിച്ചതിന് ശേഷം ഇപ്പോഴല്ലേ ഞാൻ അത് കുടിക്കുന്നത്. അപ്പോൾ ഇത്രയും സമയം എനിക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഇതിൽ നമ്മൾ ചിയാ സീഡും കൂടി ഇട്ടതിനോണ്ട് കുറച്ച് വിശപ്പ് കുറയും. മനസ്സിലായില്ലേ? ഇപ്പോൾ കുഴപ്പമില്ല, ഒരു 6:30 വരെ പിടിച്ചെത്താൻ വേണ്ടി പറ്റും. ഫിനിഷ് ഗൈസ്. അങ്ങനെ നമ്മുടെ ലഞ്ചും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഉച്ചവരെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ലഞ്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് വൈകുന്നേരം കാണാം. അതുവരെ എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്, ഞാനിത് പോയി ചെയ്യട്ടെ. ഓക്കെ. ഓ ഗൈസ്, സമയം 4:30. ആദ്യമേ വന്നില്ല കേട്ടോ, വരാനായിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടി കഴിയും. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. അയ്യോ, ഇതുവരെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതിൻ്റേതായിരിക്കാം. ഞാനിപ്പോൾ സീസണൽ ഫുഡ് നോക്കിയിട്ട്
സെലക്ട് ചെയ്തതാണ് ഈ മാംഗോ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഓപ്ഷണലായിട്ട് കൊടുത്ത് ചക്കയായിരുന്നു ഗൈസ്. പക്ഷെ ചക്ക പഴുത്തുണ്ട് കേട്ടോ. പക്ഷെ രാവിലെ മുതൽ ഈ ചക്ക കുഴപ്പമൊന്നുമില്ല അല്ലേ. പിന്നെ ഞാൻ വിചാരിച്ച മാങ്ങ ഉണ്ടല്ലോ, അപ്പം അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ഇനിയൊരു 5 മണി 5:30 വരെ ഒപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. വിശക്കുന്നുണ്ട്. ഈ ഫ്രൂട്ട്സ് ഒന്നും വെച്ചിട്ട് ആരും ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോകണ്ട കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്തു, ബാക്കി ഇനിയുണ്ട്. പിന്നെ മടി പിടിച്ച് പിന്നെ ഞാൻ കിടന്നു. അതാണിപ്പോൾ സംഭവം ഉണ്ടായത്. അപ്പോൾ ഗൈസ്, വിശപ്പിൻ്റെ വലിയ ഏകദേശം വന്നതിന് കൊണ്ട് തന്നെ 2 മാങ്ങ എടുത്ത് വേഗം അതിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തത് കോൺഫ്ലവർ ആണ്, കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലിൻ്റെ അകത്തേക്കാണ് കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഇനി ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയുന്ന തന്നെ അടുപ്പ് കത്തിക്കുക, മാംഗോ പൾപ്പ് ഒഴിച്ച് സെറ്റാക്കുക, അതിലേക്ക് ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം ഇതിന് നല്ല മധുരമുണ്ട്. പിന്നെ ഷുഗർ കണ്ടൻറ്റ് കൂടുതലാണ് മാങ്കോക്ക്. അപ്പം അതിനുകൊണ്ട് തന്നെ ഷുഗർ ഉള്ള ആളുകൾ ഈ മാങ്ങ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് തട്ടിക്കയറ്റാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ. ഷുഗർ ഒറ്റയടിക്ക് ഭൂം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൂടുന്നതാണ്. അപ്പോൾ നമ്മുടെ പുഡിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണേ. അയ്യോ ഗൈസ്, അപ്പം ഞാനില്ലേ ഗ്യാപ്പിൽ വന്നിട്ട് നമുക്ക് വൈകുന്നേരം ചായക്ക് കഴിക്കാനുള്ള മാംഗോൻ്റെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഉണ്ടാക്കി ഞാനവിടെ വെച്ചിട്ടുണ്ട്. ഫൈനൽ റിസൾട്ട് എങ്ങനെയാണെന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ, കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഗൈസ്. അപ്പം അതിനോട് അറിഞ്ഞൂടാ. അപ്പം ഞാനത് ഉണ്ടാക്കി. ഇനിയിപ്പോൾ മോൻ വരാൻ സമയമായി. ഇനിയിപ്പോൾ അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകണം. അങ്ങനെയുള്ളൊരു പരിപാടിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇനി ആ പരിപാടികളൊക്കെ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് വൈകുന്നേരം അത് കഴിക്കുന്ന സമയത്ത് കാണാം കേട്ടോ. എന്നിട്ട് ഞാൻ വരാം കേട്ടോ. ഫൈനലി ഗൈസ്, വൈകുന്നേരത്തെ എന്താ പറയുക, മാംഗോ സ്പെഷ്യൽ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ല, ആ സെയിം സാധനം തന്നെ. ഇത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഞാൻ ക്ലോസപ്പ് ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കാം. എൻ്റെ മുടി എന്താ ഇങ്ങനെയെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കേണ്ടത്. ഞാൻ വൈകുന്നേരത്തെ എന്താ പറയുക, മുടി ഫുൾ സെറ്റാക്കി, എന്താ പറയുക, ഒരു ഹെയറിൽ ജസ്റ്റ് ഇങ്ങനെ ഓയിൽ ഇടാറുണ്ട്. ഒരുപാടില്ല, ജസ്റ്റ് ഒരു മസാജ് കൊടുക്കലുണ്ട്. അതൊക്കെ ചെയ്ത് ഹെയറിലെ ജഡൊക്കെ കളഞ്ഞ് മേലെ കെട്ടി വെച്ചതാണ് കേട്ടോ. ഇനി കിടക്കുന്നതിന് മുൻപ് വേണം, ചിലപ്പോൾ ഞാൻ പിരിച്ചിടും, അല്ലെങ്കിൽ ഇതേപോലെ മേലെ തന്നെ കെട്ടി വെച്ച് കിടന്നുറങ്ങും, ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റൂല. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ, ഹെയർ കെയർ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിപ്പോൾ കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഫസ്റ്റ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. എൻ്റെ ചാനൽ 2 ചാനൽ ഞാനല്ലാതെ വേറെ ആരാ ഗൈസ് പ്രൊമോട്ട് ചെയ്യുക, വേറെ ആരും പ്രൊമോട്ട് ചെയ്യുക ഇല്ലല്ലോ. അപ്പോൾ അവിടെയുള്ള ആളുകളോട് ഞാൻ ഇവിടുത്തെ കാര്യം പറയും, ഇവിടെയുള്ള ആളുകളോട് ഞാൻ അവിടുത്തെ കാര്യങ്ങൾ പറയും കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അപ്പം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പുഡിങ്. ഇത് വന്നിട്ട് ആദ്യമോനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. മുഖം കാണുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആക്ച്വലി സംഭവം. ഇത് പുഡിങ് ആക്കാൻ വേണ്ടി നോക്കിയതാ, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെയെങ്കിലും ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. സംഭവം സൂപ്പറാ. ഞാൻ ഇതിൽ മധുരം ഇട്ടിട്ടില്ലേ, ഈ വാങ്ങി ഇത്രയ്ക്ക് മധുരം ഉണ്ടല്ലേ, അടിപൊളി. എനിക്ക് തോന്നുന്നു ഇതോടുകൂടി ചിലപ്പോൾ ഞാൻ ഈ ചലഞ്ച് അവസാനിപ്പിക്കാൻ സാധ്യത ഉണ്ട്. കാരണം ഇത് കുറേ ഉണ്ട്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് രാത്രി ഇനി എന്തെങ്കിലും വേണമെന്ന് തോന്നുന്നില്ല കേട്ടോ മാങ്ങേൻ്റെ. ഇനിയിപ്പോൾ അഥവാ വിശക്കുകയാണെങ്കിൽ മാങ്ങ ഞാൻ കട്ട് ചെയ്ത് കഴിക്കും. അത് ഞാൻ വീഡിയോ എടുക്കും. കഴിക്കുകയാണെങ്കിൽ വീഡിയോ എടുക്കും, ഇല്ലെങ്കിൽ ഞാൻ ഇതോട് കൂടിയിട്ട് അവസാനിപ്പിക്കും. എന്താണെന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. വിശപ്പുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് എല്ലാവർക്കും പറയാൻ പറ്റുള്ളൂ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ 3ാമത്തെ ഐറ്റം ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തു.
ഫൈനലി ഗൈസ്, അപ്പോൾ നമ്മുടെ മാംഗോ ചലഞ്ച് അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ചലഞ്ച്, നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഫുഡ് ചലഞ്ച് സക്സസ്ഫുള്ളി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി ഗൈസ്. അതായത് നമ്മൾ വൈകുന്നേരത്തെ ആ ഒരു പുഡിങ്ങില്ലേ, ആ പുഡിങ്ങോട് കൂടി തന്നെ അവസാനിപ്പിച്ചിട്ട് ഞാൻ രാത്രി ഒന്നും തന്നെ കഴിച്ചില്ല. ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ സമയം ഇപ്പോൾ 9 മണി ആവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ വേഗം തന്നെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നാളെ അറിയാം കേട്ടോ. അതായത് ഇപ്പോൾ ഇനി വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നാളെ അറിയാം. കാരണം ഞാൻ വെള്ളം നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ തലവേദനയും കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെയാണ് നമുക്ക് നാളത്തേക്ക് റിസൾട്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. അമ്മ എന്നോട് ആദ്യം പറഞ്ഞ കാര്യമാണ്, പൈപ്പിൽ വെള്ളം വന്നിട്ടില്ല. ഫുൾ ഡേ മാങ്ങ മാത്രം കഴിക്കുകയാണെങ്കിൽ ബാത്റൂമിൽ പോകാണ്ടൊക്കെ വന്നാലോ എന്താക്കും. അതായത് ലൂസ് മോഷനേ ചിലപ്പോൾ വയറിന് പറ്റിയില്ലേ. രാവിലെ മാങ്ങ, ഉച്ചയ്ക്ക് മാങ്ങ, വൈകുന്നേരം മാങ്ങ, രാത്രി മാങ്ങ കഴിക്കുന്ന ഞാൻ പറഞ്ഞത്. അപ്പോൾ ഫുൾ ഡേ വേറെ ഒന്നും കഴിക്കാതെ മാങ്ങ മാത്രം കഴിക്കുന്ന സമയത്ത് നമുക്ക് വയറിന് ചിലപ്പം പിടിച്ചോളണമെന്നില്ല. എന്തോ ഭാഗ്യം. എനിക്കറിഞ്ഞൂടാ, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇതുവരെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ നാളെ എന്താണെന്നുള്ളത് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ തണുപ്പിച്ചിട്ടൊക്കെയാണ് കഴിച്ചത്, അറിയാമല്ലോ. ജ്യൂസ് അടിച്ചത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ നമ്മൾ പുഡിങ് ചെയ്തതും തണുപ്പായിരുന്നു. പിന്നെ രാവിലത്തെ പിന്നെ റൂം ടെമ്പറേച്ചറിൽ നല്ല മാങ്ങ തന്നെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വൈകുന്നേരം ആ പുഡിങ് കഴിച്ചില്ല. ആ പുഡിങ് കഴിച്ചപ്പോൾ തന്നെ ഏകദേശം എനിക്ക് വയറ് ഫില്ലായി. കാരണം കോൺഫ്ലവർ ആണല്ലോ നമ്മൾ അതിൽ യൂസ് ചെയ്തത്. അപ്പം മാങ്ങയും കോൺഫ്ലവറും ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്കിപ്പോൾ വിശക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, സമയം ഇപ്പോൾ 9 മണി ആയിട്ടുണ്ടാവും. ഇപ്പോൾ രാത്രിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സന്തോഷം, ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള വലിയ പൈസ ചിലവില്ലാത്ത ഒരു ചലഞ്ചാണ്. അതായത് സീസണൽ ഫ്രൂട്ട് വെച്ചിട്ട്, സീസണലായിട്ട് കിട്ടുന്ന എന്തെങ്കിലും സാധനം വെച്ചിട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഓപ്ഷണലായിട്ട് ചക്ക അല്ലെങ്കിൽ മാങ്ങ, ഈ 2 സാധനത്തിൽ ഏതെങ്കിലും ഒന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ചക്ക ഒഴിവാക്കി മാങ്ങേനെ പിടിച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചാനലിൽ എനിക്ക് നമ്മുടെ ആദ്യത്തെ ഫുഡ് ചലഞ്ച് അല്ലെങ്കിൽ ഫ്രൂട്ട് ചലഞ്ച് എന്ന് പറയും, അതെനിക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഫുഡ് ചലഞ്ച്, എന്തെങ്കിലും ഒരു ഫുഡ് ചലഞ്ച് ചെയ്യണം, എന്തെങ്കിലും ഒരു ചലഞ്ച് വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏതായാലും സാധിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഫസ്റ്റ് ചാനലുണ്ട്, ഏതാണത്, ലേഡി ബോസ് എന്ന്. ഞാനിവിടെ ഇങ്ങനെ പേര് കൊടുക്കാം കേട്ടോ. അതിലേതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചാനൽ കാണാൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം, അതൊന്ന് കയറി നോക്കാം കേട്ടോ. അതിൽ ഹെൽത്ത്, സ്കിൻ കെയർ ടിപ്സ്, ട്രിക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട്, അതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനിയും ഞാൻ കുറേ ചലഞ്ചുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യുന്നതാണ് ഈ ചാനലിൽ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ എന്താ പറയുക, ഞാനിങ്ങനെ ഓരോ വീഡിയോ ഇന്നാത്തും ഇടും, പിന്നെ സബ്സ്ക്രൈബ് ഫാമിലിയിലേക്ക് മെമ്പേഴ്സ് ആരും ഇല്ലാതെ ഞാൻ അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമാണ്, സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ ഈ ചാനലും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വേണ്ടിയാണ്. നാളെ വീണ്ടും നമുക്ക് വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം.